ഇതൊരു ഭയങ്കര ഒരു നല്ല ഒരു മൂവ്മെൻ്റാണ്. അതായത് വെച്ചാൽ നമ്മുടെ കേരള ഗവൺമെൻറ് അക്കാഡമിക് ആൾക്കാരെയും അതുപോലെ തന്നെ നമ്മുടെ ഓൺടർപ്രണേഴ്സിനെയും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളെയും സ്കൂളുകളെയും എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഈവൻ്റാണിത്. അപ്പോൾ ഇതിൽ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഞങ്ങളൊരു പ്രസ്ഥാനം നടത്തുവാണ്. നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നു, നമ്മൾ തന്നെ പിള്ളേരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നമ്മൾ തന്നെ അവർക്ക് ജോലി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മിറ്റിന് വരുമ്പോൾ നമുക്കിപ്പോൾ ഉള്ള മറ്റുള്ള പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തു പോയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസും എല്ലാം കൂടി കേൾക്കുമ്പോൾ ഉള്ള ഒരു വലിയൊരു മാറ്റം കിട്ടും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഐഡിയ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിലിപ്പം ഞങ്ങൾക്ക് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ആ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഇപ്പം ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം നമ്മൾ പ്രോഗ്രാമിംഗ് ജോലികളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രോഗ്രാമേഴ്സിനെയാണ്. അപ്പം ഞാൻ സംസാരിക്കുന്ന എല്ലാ പിള്ളേരും ആ എൻട്രൻസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് കോളേജിൽ കയറി കഴിഞ്ഞാൽ അവരങ്ങ് ഒരു ജോലിയടി അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യം മാറിപ്പോവാണ്. അപ്പം നമ്മൾ കുറേ പുസ്തകങ്ങളിൽ നിന്നൊക്കെ കുറേ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വിജ്ഞാനം എന്ന് പറഞ്ഞൊരു ഐഡിയ, അതായത് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് അതൊരു അപ്ലൈഡ് നോളജ് ആകുക, വെറും മെമ്മറിയിലുള്ള ഒരു അറിവല്ലാതെ അതൊരു അപ്ലൈഡ് നോളജായി, അതാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഞങ്ങളൊരു 100-ൽ പരം ജോലികൾ വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മളോട് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുവാണ്, ഇത്ര ആൾക്കാർ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇത്രയും ഉള്ള ഇതുണ്ട്. പക്ഷേ അതിനുള്ള ആ വിജ്ഞാനമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ മിസ് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ നടത്തുന്ന ഈ ഒരു സമ്മിറ്റ് ഇതൊരു വളരെ മാസീവ് മൂവ്മെൻറ്റ്, അമേസിങ്. എനിക്കെന്താ പറയുക, അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം ഇങ്ങനത്തെ കൂടുതൽ മൂവ്മെൻറ്റ്സ് നടക്കട്ടെ. ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ്സ് KDSKൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. മാക്സിമം ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്നാലാണ് എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടതെന്നും ഇൻഡസ്ട്രിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ അത് കേൾക്കുന്ന സ്റ്റുഡൻസിന് ഓക്കെ ഞാൻ ആ രീതി ഇപ്പോൾ കുറേ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവരിനി അവരുടെ കോളേജുകളിലേക്ക് തിരിച്ചു പോയി കഴിയുമ്പോൾ അവരോട് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ എംപ്ലോയബിൾ ആകണം. നമ്മുടെ എൻജോയ്മെൻറ്റും എല്ലാം നടക്കണം, പക്ഷേ ആ കോളേജ് ലൈഫ് എല്ലാം വേണം. പക്ഷേ അതിൽ നമ്മൾ വന്ന മെയിൻ പർപ്പസ്, ഇപ്പോൾ നമ്മൾ ബോംബെക്ക് പോകാൻ തീരുമാനിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് തിരുവനന്തപുരം ഡയറക്ഷനിൽ പോകരുത്. നമ്മുടെ ഡയറക്ഷൻ ആ ഒരു ഇതിലേക്ക് ഓടുക എന്നുള്ളതാണ് എനിക്കിതിൽ നമുക്കൊരു നമ്മുടെ ഒരു ജില്ലയ്ക്ക് നമ്മുടെ ആ ഒരു സംസ്ഥാനത്തിന് ഒരു ഭയങ്കര മാസീവ് പൊട്ടൻഷ്യലാണ്. സിംഗപ്പൂർ പോലുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമുക്കുള്ളത്. അതായത് ഒരു സിറ്റി അല്ല, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഇപ്പോൾ പൂനെ എന്നുള്ള എൻ്റെ പഴയ കുറേ മാനേജേഴ്സൊക്കെ കേരളം വിസിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എല്ലാ 10 മിനിറ്റിലും ഈ ബസ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വളരെ വ്യത്യസ്തമായ സ്ഥലം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മളിപ്പോൾ സിലിക്കൺ വാലി അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് കേരളം ഒരു സിലിക്കൺ വാലി ആയിക്കൂടാ? അതിന് നമ്മൾ താത്തി കാണരുത്. കാരണം നമ്മുടെ നാട്ടിലെ ഒരമ്മമാരെ പോലും പിള്ളേരെ പഠിപ്പിക്കാൻ കൺവിൻസ് ചെയ്യണ്ട. അവരെല്ലാം ഓൾറെഡി സ്കൂളിൽ വിടാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം അവിടെ ഇതുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ഈ എഫേർട്ടും ഇതിനെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ അതിൻ്റെ ആ പോസിറ്റീവ് സൈഡ് കണ്ട് മാക്സിമം ഈ പിള്ളേർക്കും നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും പറ്റുന്ന ഒരവസരങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ ചെയ്യുന്നതിൽ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെല്ലാം നിങ്ങളെയൊക്കെ മീറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് അലൻ എന്നാണ്. ഞാനൊരു എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. ഓപ്പൺ സോഴ്സ് ലിനക്സ് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള കേണൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. എൻ്റെ കമ്പനിയുടെ പേര് വോൺന്യൂ എന്നാണ്. ഞങ്ങളൊരു ശാസ്ത്രജ്ഞൻ്റെ പേരിലിട്ട ഒരു പേരാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഫോൺ നോയ്മൻ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്, വോൺന്യൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. മെയിൻലി നമുക്ക് എങ്ങനെ ആ ഒരു മാത്സിനോടും ആ ഒരു പ്രോഗ്രാമിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് മാക്സിമം പിള്ളേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മിഷൻ. ഞങ്ങളിപ്പോൾ സുൽത്താൻ ബത്തേരിയിലാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ഗോൾ അതിൻ്റെ ഒരു ഫൗണ്ടിങ് ടീമിലുള്ള ഒരാളാണ്. ഞങ്ങളിപ്പോൾ 8 പേരുണ്ട്. ഇറ്റ്സ് വളറിങ്. അപ്പോൾ മൊത്തം കമ്പനി ഇപ്പോൾ ഒരു 150 അടുപ്പിച്ച ആൾക്കാരായി. അപ്പോൾ വയനാട്ടിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ ജില്ലകളിലും ഓരോ സെൻറ്റർ തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഗോള്. താങ്ക് യു സോ മച്ച്. യെസ്.